നമ്മളെല്ലാവരും വ്യത്യസ്ത രീതിയിലുള്ള AI ടൂൾസ് ഉപയോഗിക്കുന്നവരാണ്. അപ്പോൾ അതേപോലെ ഈ അടുത്ത് ലോഞ്ച് ആയിട്ടുള്ള ഒരു അടിപൊളി AI ടൂളിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇപ്പൊ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഒരുപാട് AI വരുന്ന വ്യത്യാസങ്ങളെ കുറിച്ച് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2024 ഒരുപാട് വ്യത്യാസങ്ങൾ വരുമെന്ന് നമ്മൾ ആ വീഡിയോയിൽ തന്നെ നമ്മൾ സംസാരിച്ച ഒരു വിഷയമാണ്. അപ്പോൾ അതേപോലെ ഒരു മാറ്റമായിട്ട് വന്നിരിക്കുകയാണ് നമ്മുടെ ഗൂഗിള് അവരുടെ ഒരു വീഡിയോ ജനറേറ്റിംഗ് ഒരു AI ടൂള് നമുക്ക് വേണ്ടി ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ആ ടൂളിന്റെ പേരാണ് ലൂമിയർ. നമുക്കിപ്പോൾ നിലവിൽ ഒരുപാട് AI ടൂൾസ് ഉണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോ ജനറേറ്റ് ചെയ്യാനായിട്ട്, പക്ഷെ അതിനേക്കാളും കുറച്ചും കൂടെ എളുപ്പത്തിലും അതേപോലെ കുറച്ചും കൂടെ ക്വാളിറ്റിയിലും ഒരു റിയൽ ആയിട്ട് തോന്നുന്ന ഒരു ഫീല് നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു AI വീഡിയോ എഡിറ്റിംഗ് ടൂളാണ് നമ്മുടെ ലൂമിയർ എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മളൊക്കെ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന ആളുകളാണ്. അപ്പോൾ നമുക്ക് ഇപ്പോൾ ചെറിയ ക്ലിപ്പുകളെല്ലാം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് നമ്മൾ മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാറാണ് പതിവ്. എന്നാൽ ഈ ഒരു AI ടൂൾ കൊണ്ടുള്ള ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏത് രീതിയിലുള്ള ക്ലിപ്പാണോ നമുക്ക് വേണ്ടത് അത് നമ്മളൊരു ടെസ്റ്റ് രൂപത്തിൽ കൊടുത്തു കഴിഞ്ഞാൽ വ്യക്തമായ ക്വാളിറ്റിയോട് കൂടിയിട്ടുള്ള ഒരു വീഡിയോ നമുക്ക് കിട്ടുന്നതായിരിക്കും. പിന്നെ ഇതിന്റെ അടുത്തൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇമേജ് ടു വീഡിയോ ആണ്. അതായത് ഇപ്പൊ നമ്മുടെ കയ്യിൽ ഒരു ഫോട്ടോ ഉണ്ട്, അല്ലെങ്കിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഒരു ഫോട്ടോ ഉണ്ട്. അപ്പൊ ആ ഒരു ഫോട്ടോ ഒരു വീഡിയോ ആക്കി മാറ്റാൻ ഈ ഒരു ടൂൾ കൊണ്ട് എളുപ്പത്തിൽ സാധിക്കും എന്നുള്ളതാണ് ഇതിന്റെ വേറൊരു പ്രത്യേകത വരുന്നത്. പിന്നെ ഇതിന്റെ അടുത്തൊരു പ്രത്യേകത എന്ന് പറയുന്നത് സ്റ്റൈലിഷ് ജനറേഷൻ ആണ്. അതായത് ഇപ്പൊ നമ്മളൊരു ഇമേജ് കൊടുക്കാന്നുണ്ടെങ്കിൽ ആ ഒരു ഇമേജുമായി ബന്ധപ്പെട്ടുള്ള മറ്റു കുറച്ച് വീഡിയോസ് നമുക്ക് ക്രിയേറ്റ് ചെയ്തിരുന്നതാണ് ഇതിന്റെ വേറൊരു പ്രത്യേകത. ഇതൊക്കെ നമുക്ക് വീഡിയോ എഡിറ്റിംഗ് ചെയ്യുമ്പോൾ അതിലേക്ക് ഉൾക്കൊള്ളിക്കുന്ന സമയത്ത് നല്ല അടിപൊളി വീഡിയോസ് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നതായിരിക്കും. പിന്നെ ഇതിൻ്റെ ഒരു അടുത്തൊരു പ്രത്യേകത എന്ന് പറയുന്നത് വീഡിയോ സ്റ്റൈലൈസേഷൻ ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് ഏത് വീഡിയോ ആണോ വേണ്ടത്, അല്ലെങ്കിൽ ഒരു വീഡിയോയുടെ അതിൽ ഏത് ഭാഗമാണ് എഡിറ്റ് ചെയ്ത് വേണ്ടത് ആ ഒരു ഭാഗം മാത്രം നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ ആ ഒരു ഭാഗം മാത്രം നമുക്ക് എഡിറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നതായിരിക്കും. പിന്നെ അതിൽ വരുന്ന അടുത്തൊരു മാറ്റം എന്ന് പറയുന്നത് സിനിമാറ്റിക് ഗ്രാഫാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മളൊരു ഇമേജിന്റെ ഒരു ഭാഗം മാത്രം നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ ആ ഒരു ഭാഗം മാത്രം നമുക്ക് ആനിമേഷൻ ആയിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇത്തരം ഫീച്ചേഴ്സ് എല്ലാം നമുക്ക് നല്ല രീതിയിലുള്ള ഒരുപാട് വീഡിയോസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതേപോലെ ഒരുപാട് ടൂൾസ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ കൂടുതലും വീഡിയോസ് എഡിറ്റ് ചെയ്യുന്നവർക്ക് അവരുടെ ജോലി അത്രത്തോളം കുറഞ്ഞ് തന്നെ കിട്ടും. കാരണം ഈ ഒരു ടൂൾസിലൊക്കെ ഒരുപാട് അപ്ഡേഷൻസ് വരാനും സാധ്യതയുണ്ട്. അപ്പോൾ ഇതേപോലുള്ള കൂടുതൽ വീഡിയോസിന് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക.